നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇങ്ങനെയൊരു ദുരന്തം അനുഭവിച്ചാലേ അതിൻ്റെ വേദന മനസ്സിലാകൂ. മകളുടെ വിവാഹം നടത്താൻ നാട്ടിലെത്തിയ ഒരു പ്രവാസി അയാളെ മാലമോഷണ കേസിൽ കുടുക്കി 54 ദിവസം ജയിലിലിട്ട കേരള പോലീസിന്റെ ക്രൂരത. നീതി തേടി അയാൾ നടത്തിയ പോരാട്ടം ഒടുവിൽ വിജയിച്ചു. തലശ്ശേരി ഈസ്റ്റ് കതിരൂർ സ്വദേശി VK തജുദ്ദീന് 10 ലക്ഷം രൂപയും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് 3 മക്കൾക്കും ഓരോ ലക്ഷം രൂപയും വീതം നഷ്ടപരിഹാരം നൽകാൻ ജസ്റ്റിസ് PM മനോജ് ഉത്തരവിട്ടു. മനസ്സറിവില്ലാത്ത ചെയ്യാത്ത തെറ്റിന് തജുദ്ദീനെ ജയിലിലടച്ചത് 54 ദിവസം. കണ്ണൂർ ചക്കരക്കൽ സ്റ്റേഷനിലെ SIയും നിലവിൽ കണ്ണൂർ ട്രാഫിക് പോലീസ് സ്റ്റേഷൻ SIയുമായ P ബിജു, ചക്കരക്കൽ സ്റ്റേഷനിലെ ASIമാരായ യോഗേഷ് T ഉണ്ണികൃഷ്ണൻ എന്നിവരിൽ നിന്ന് പിഴത്തുക ഈടാക്കാനാണ് കോടതിയുടെ നിർദ്ദേശം. എന്നാൽ ഈ തുക ആദ്യം സർക്കാർ തന്നെ നൽകണം. പിന്നീട് ഉദ്യോഗസ്ഥരിൽ നിന്ന് ഈ തുക തിരികെ പിടിക്കണം. ഉദ്യോഗസ്ഥർക്കെതിരെ സിവിൽ കോടതിയെ സമീപിക്കാൻ പരാതിക്കാരന് അവകാശമുണ്ട് എന്ന് കോടതി വ്യക്തമാക്കി. 2018 ജൂൺ 25-ാം തീയതി താജുദ്ദീൻ ആ ദിവസം അത്ര പെട്ടെന്ന് മറക്കില്ല. ഖത്തറിൽ ജോലി ചെയ്തിരുന്ന താജുദ്ദീൻ നാട്ടിലെത്തിയ ദിവസം. മകളുടെ വിവാഹത്തിന് വെറും 15 ദിവസത്തെ അവധി മാത്രം. ജൂലൈ 11-ന് ബന്ധുവീട്ടിൽ നിന്ന് കുടുംബത്തോടൊപ്പം മടങ്ങുമ്പോൾ പോലീസ് ജീപ്പ് മണ്ണിൽ പുതഞ്ഞു കിടക്കുന്നത് കണ്ടു. പോലീസ് താജുദ്ദീനും കുടുംബവും വന്ന കാർ തടഞ്ഞ് സഹായം ചോദിക്കുന്നു. കാറിലുണ്ടായിരുന്നവർ ഇറങ്ങി പോലീസ് വാഹനം തള്ളിക്കൊടുക്കുന്നു. ഈ സമയം താജുദ്ദീൻ കാറിൽ നിന്നിറങ്ങിയില്ല. കടുത്ത നടുവേദനയായിരുന്നു താജുദ്ദീന്. കാരണം ചോദിച്ചുകൊണ്ട് ചില പോലീസുകാർ കാറിനടുക്കലെത്തി. എന്തുകൊണ്ട് നിങ്ങൾക്കിത്ര അഹങ്കാരം? പുറത്തിറങ്ങി ഈ വാഹനമൊന്ന് തള്ളട എന്നായി പോലീസുകാർ. കടുത്ത നടുവേദനയാണ് ഇത് പോലീസുകാരോട് താജുദ്ദീൻ. എന്നാൽ അവർ സമ്മതിച്ചില്ല. പിന്നീട് ഒരു കുറ്റവാളിയോട് എന്നതുപോലെ താജുദ്ദീനോട് പോലീസുകാർ പെരുമാറുന്നു. താജുദ്ദീനെ പോലീസ് സംഘം കാറിൽ നിന്ന് വലിച്ച് താഴെയിട്ടു. താജുദ്ദീൻ കള്ളനാണ് എന്ന് പോലീസ് പ്രഖ്യാപിക്കുന്നു. കുടുംബത്തെ ഒന്നടങ്കം ആ രാത്രി 1:30 പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പോലീസ് സ്റ്റേഷനിലെ CCTV കാട്ടി ഒരു ദൃശ്യം അവർക്ക് മുന്നിൽ പോലീസ് സംഘം കാട്ടിക്കൊടുക്കുന്നു. CCTVയിൽ മാല പൊട്ടിച്ചൊരാൾ ഓടുന്ന ദൃശ്യം. ആ ദൃശ്യത്തിലുള്ളത് താജുദ്ദീനാണ് എന്ന് പോലീസ്. കുറ്റകൃത്യം നടന്നു എന്ന് പറയുന്ന ദിവസം താജുദ്ദീൻ നാട്ടിലില്ല. പിന്നെങ്ങനെ താൻ മാല പൊട്ടിക്കുമെന്ന് താജുദ്ദീന്റെ ചോദ്യം. ഇങ്ങോട്ട് ചോദ്യങ്ങളൊന്നും വേണ്ട എന്നായി പോലീസ്. ഇലക്ട്രോണിക് തെളിവുകൾ പരിശോധിക്കണമെന്ന കുടുംബത്തിന്റെ ആവശ്യം പോലും പോലീസ് നിരാകരിച്ചു. ആ സ്കൂട്ടറിൽ കാണുന്ന വ്യക്തിയുമായി തനിക്ക് സാദൃശ്യമില്ല എന്ന് താജുദ്ദീൻ കരഞ്ഞു പറഞ്ഞു. താജുദ്ദീന്റെ ഭാര്യ പോലീസിന് മുന്നിൽ വിതുമ്പി. അന്ന് രാത്രി താജുദ്ദീനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിയ പോലീസ് അതിൽ കുറിച്ചിട്ടു. CCTV ദൃശ്യങ്ങളിൽ നിന്ന് തങ്ങൾ മനസ്സിലാക്കിയ കുറ്റവാളിയെ അറസ്റ്റ് ചെയ്തുവെന്ന്. കതിരൂരിൽ നടന്ന ഒരു ബാലമോഷണ കേസിലാണ് താജുദ്ദീനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. മജിസ്ട്രേറ്റ് കോടതിയും സെഷൻസ് കോടതിയും താജുദ്ദീന്റെ വാദം കേട്ടില്ല. പോലീസ് റിമാൻഡ് റിപ്പോർട്ട് അനുസരിച്ച് ജയിലിൽ പാർപ്പിക്കുകയായിരുന്നു ഇരു കോടതികളും. താജുദ്ദീന്റെ ജാമ്യാപേക്ഷ തള്ളിയതുകൊണ്ട് ഓഗസ്റ്റിൽ ഹൈക്കോടതിയെ സമീപിച്ച് ജാമ്യം തരപ്പെടുത്തി. എന്നാൽ കോടതിയുടെ അനുമതിയില്ലാതെ രാജ്യം വിടാൻ കഴിയില്ല. ഇതിനിടെ താജുദ്ദീന്റെ ഭാര്യ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി അയക്കുന്നു. ഈ പരാതിയെ തുടർന്ന് കണ്ണൂർ DYSP അന്വേഷണം ഏറ്റെടുത്തു. DYSP നടത്തിയ അന്വേഷണത്തിൽ താജുദ്ദീൻ കുറ്റക്കാരനല്ല എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കുന്നു. എന്നാൽ ജാമ്യം ലഭിക്കുന്നതുവരെ താജുദ്ദീൻ ജയിലിൽ കിടന്നത് 54 ദിവസം. ഒടുവിൽ വിദേശത്തേക്ക് പോകുന്നു. താമസിച്ച് ചെന്നതിനെ തുടർന്ന് ഒരു 23 ദിവസം ഖത്തറിലും ജയിലിൽ കിടക്കേണ്ടി വന്നു. ഒടുവിൽ ഖത്തറിൽ ജോലി നഷ്ടപ്പെടുന്നു. എന്നാൽ പണമിടപാടുമായി ബന്ധപ്പെട്ടാണ് ഖത്തറിൽ താജുദ്ദീൻ ജയിലിൽ കിടന്നത് എന്ന് പോലീസ് കോടതിയെ അറിയിക്കുന്നു. ഖത്തർ ജയിലിലെ വാസത്തിന് ശേഷം ഖത്തറിൽ നിന്ന് താജുദ്ദീനെ നാട് കടത്തി. ഒടുവിലെല്ലാം തകർന്ന് നാട്ടിലേക്ക് തിരിച്ചു പോന്നു. നാട്ടിലെത്തിയതിന് തൊട്ടുപിന്നാലെ കടുത്ത പ്രമേഹം. ഒടുവിൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കോഴിക്കോട് ആശുപത്രിയിൽ വെച്ച് കാലിലെ വിരലുകൾ മുറിച്ചു മാറ്റി. നിലവിൽ ബംഗളൂരുവിലാണ് താജുദ്ദീൻ. മകനൊപ്പം താമസിക്കുന്നു. പഠനത്തോടൊപ്പം ലോണ്ടറി ഇടപാട് നടത്തി മകൻ അച്ഛനെ നോക്കുന്നു. 14 ലക്ഷം രൂപ എന്നത് എനിക്കുണ്ടായ നഷ്ടം വെച്ച് നോക്കുമ്പോൾ ചെറിയ തുകയാണ് എന്ന് താജുദ്ദീൻ പറയുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഇനിയും ഹൈക്കോടതിയെ സമീപിക്കും. കള്ളക്കേസ് ചുമത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ കൂടുതൽ നടപടി ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുന്ന കാര്യവും പരിഗണനയിലുണ്ട് എന്ന് താജുദ്ദീൻ പറയുന്നു. താജുദ്ദീന്റെ അറസ്റ്റും റിമാൻഡും മാത്രമല്ല, താജുദ്ദീനെ സ്വന്തം നാട്ടിൽ നാണം കെടുത്തുന്ന പരിപാടികളാണ് പോലീസ് സംഘം ചെയ്തത്. മാലമോഷണം നടന്ന ചൂരക്കളം എന്ന സ്ഥലത്തേക്ക് താജുദ്ദീനെ പോലീസ് ജീപ്പിൽ കൊണ്ടുചെന്നു.
തെളിവെടുപ്പ് എന്ന പേരിൽ താജുദ്ദീനെ പുറമേക്ക് ഇറക്കി നടത്തി. നൂറുകണക്കിന് ആളുകളുടെ കൺമുന്നിലൂടെ പോലീസ് സംഘം താജുദ്ദീനെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നു. ഈ സമയമത്രയും കള്ളൻ കള്ളൻ എന്ന് നാട്ടുകാർ ഉച്ചത്തിൽ കൂവി വിളിച്ചു. ഇതുണ്ടാക്കിയ മാനസിക സമ്മർദ്ദം താങ്ങാൻ കഴിയാവുന്നതായിരുന്നില്ല എന്ന് താജുദ്ദീൻ പറയുന്നു. ജയിലിൽ നിന്നിറങ്ങിയാൽ അപ്പോൾ തന്നെ ആത്മഹത്യ ചെയ്യാൻ താജുദ്ദീൻ ഉറപ്പിച്ചു. ഒരു സ്കൂട്ടറിലെത്തി മാലമോഷണം നടന്നുവെന്ന കേസാണ് പോലീസ് ഫ്രെയിം ചെയ്തത്. സ്കൂട്ടർ കണ്ടെത്താൻ എന്ന ഭാവത്തിൽ താജുദ്ദീന്റെ ബന്ധുവീടുകളിലേക്കൊക്കെ പോലീസ് കടന്നു ചെന്നു. ബന്ധുവീടുകളിലേക്കൊക്കെ പോലീസ് ജീപ്പിന്റെ പുറകിലിട്ട് താജുദ്ദീനൊപ്പമായിരുന്നു ഈ പോലീസ് സംഘത്തിന്റെ യാത്ര. മാലമോഷണ കേസിൽ പ്രതിയാണെന്നും ഒരു സ്കൂട്ടറിലെത്തിയാണ് മാല മോഷ്ടിച്ചതെന്നും പോലീസ് ബന്ധുക്കളോടൊക്കെ വിശദീകരിക്കുന്നു. ജുവല്ലറിയിലും സുഹൃത്തുക്കളുടെ വീടുകളിലുമൊക്കെ താജുദ്ദീനെ പോലീസ് കൊണ്ടുപോയി. തങ്ങൾക്കുണ്ടായിരുന്ന വേദനയും ആശങ്കയും ജോലി നഷ്ടപ്പെട്ടതും ജയിലിൽ കിടക്കേണ്ടി വന്നതും ആ കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറം. മറ്റുള്ളവർക്ക് മുന്നിൽ ഒരു വലിയ കുറ്റവാളിയെപ്പോലെ നിൽക്കേണ്ടി വന്ന ഒരു സാധാരണ മനുഷ്യൻ. അയാളുടെ ഹൃദയം പൊട്ടുമ്പോഴും ഭാര്യ അയാളെ ആശ്വസിപ്പിച്ചു. എന്നെങ്കിലും ഒരിക്കൽ തങ്ങൾക്ക് നീതി ലഭിക്കും എന്ന ഒരു പ്രത്യാശ മാത്രം. ഒടുവിൽ 1 കോടി രൂപ നഷ്ടപരിഹാരം തനിക്കും 10 ലക്ഷം രൂപ വീതം ഭാര്യയ്ക്കും മക്കൾക്കും വേണമെന്ന് താജുദ്ദീൻ കോടതിയിൽ ആവശ്യപ്പെട്ടുള്ള ഹർജി. മാല നഷ്ടപ്പെട്ട 2 കേസുകളിൽപ്പെട്ടവർ താജുദ്ദീനാണ് കുറ്റവാളി എന്ന് തിരിച്ചറിഞ്ഞുവെന്നാണ് പോലീസിന്റെ വാദം. വ്യക്തമായ തെളിവുകളും സാക്ഷിമൊഴികളുമൊക്കെ തങ്ങളുടെ പക്കലുണ്ട് എന്ന് കോടതിയിൽ മാത്രമല്ല പൊതുസമൂഹത്തിന് മുന്നിലും ഈ പോലീസ് സംഘം വാദിച്ചു. മാലമോഷണ കേസ് വലിയ കഥകളാക്കി പോലീസ് പത്രമാധ്യമങ്ങൾക്ക് പറഞ്ഞുകൊടുത്തു. തനിക്ക് 3 വർഷത്തെ പ്രവൃത്തി പരിചയം മാത്രമേ ഉള്ളൂ എന്നാണ് SI കോടതിയിൽ വാദിച്ചത്. കുറ്റവാളികളെ മികച്ച രീതിയിലുള്ള ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ താൻ എപ്പോഴും കൈക്കൊള്ളാറുണ്ട് എന്നൊക്കെ SI കോടതിയിൽ പറഞ്ഞു നോക്കി. എങ്കിലും ഒരു വൈരാഗ്യത്തിന് താജുദ്ദീൻ എന്ന നല്ല മനുഷ്യന്റെ ജീവിതം തകർത്ത ഈ പോലീസ് സംഘത്തെ എങ്ങനെ ന്യായീകരിക്കും? കേസിൽ അപ്രതീക്ഷിത ട്വിസ്റ്റുണ്ടായത് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ പരാതി അന്വേഷിക്കാൻ DYSPയെ ചുമതലപ്പെടുത്തി. പ്രതിയെ അറസ്റ്റ് ചെയ്തു എന്ന് ക്രെഡിറ്റ് അടിക്കാൻ SI തന്നെ പ്രത്യേക ശ്രദ്ധ കാണിക്കുന്നു. മാലമോഷണ കേസിലെ പ്രതിയെ പിടികൂടി എന്ന പേരിൽ പെട്ടെന്ന് തന്നെ മാധ്യമങ്ങൾക്ക് വാർത്ത നൽകി. കേസ് പെട്ടെന്ന് തെളിയിച്ച് മാധ്യമങ്ങൾക്ക് മുൻപിൽ വലിയ മിടുക്കൻ ചമയാനാണ് SI ശ്രമിച്ചത്. പത്രങ്ങളിൽ വാർത്ത നിരുന്നതോടെ യഥാർത്ഥ പ്രതിയായ ശരത് വത്സരാജന്റെ ഭാര്യ മുഖേന മോഷണ വിവരം പുറത്തുവരുന്നു. സഹപാഠിയായിരുന്ന ഒരു പോലീസുകാരനോട് ശരത് വത്സരാജന്റെ ഭാര്യ അക്കാര്യം തുറന്നു പറയുന്നു. യഥാർത്ഥ സംഭവം രഹസ്യമായാണ് പോലീസുകാരനോട് ശരത് വത്സരാജന്റെ ഭാര്യ പറഞ്ഞത്. യഥാർത്ഥത്തിൽ തന്നെ ഭർത്താവാണ് മാല മോഷ്ടിച്ചത്. ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത് ഒരു നിരപരാധിയെയാണ് എന്ന് യഥാർത്ഥ കള്ളന്റെ ഭാര്യ പോലീസുകാരനോട് പറയുന്നു. ഇക്കാര്യം പോലീസുകാരൻ DYSPയെ അറിയിക്കുന്നു. വത്സരാജ് അറസ്റ്റിലായതിനു പിന്നാലെ താജുദ്ദീനെ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. SIയുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചു എന്ന് DYSP തന്റെ റിപ്പോർട്ടിൽ കൃത്യമായി എഴുതി. മേലുദ്യോഗസ്ഥനായ തന്നെ SI ധിക്കരിച്ചുവെന്ന് തന്നെയാണ് DYSP എഴുതിയ ആ കുറിപ്പ്. SIയെ സ്ഥലം മാറ്റാനും അച്ചടക്ക നടപടി സ്വീകരിക്കാനും ശുപാർശ ചെയ്തതുവഴി പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായി എന്ന് വ്യക്തമാണെന്ന് കോടതി തിരിച്ചറിഞ്ഞു. എന്നാൽ ആരോപണ വിധേയനായ SIയെ സംരക്ഷിക്കാനുള്ള നടപടിക്രമങ്ങളിലൂടെ പാർട്ടി കടന്നു പോകുന്ന വിചിത്ര കാഴ്ചയും അവിടെ കണ്ടു. DYSPയുടെ ആദ്യ റിപ്പോർട്ട് സത്യസന്ധമായിരുന്നു. എന്നാൽ ഹൈക്കോടതിയിൽ മൊഴി നൽകുമ്പോൾ ഇതേ DYSP ചില വിചിത്രവാദങ്ങൾ ഉന്നയിച്ചു. SIയെ രക്ഷപ്പെടുത്താനുള്ള വ്യഗ്രതയായിരുന്നു DYSPക്ക്. പല സാഹചര്യങ്ങൾ കൊണ്ടാണ് അന്വേഷണം വഴിതെറ്റിപ്പോകുന്നത് എന്ന് DYSP ഹൈക്കോടതിയിൽ പറഞ്ഞു. പരിചയ സമ്പത്തുള്ളവർക്ക് വരെ ഇത് സംഭവിക്കാമെന്നാണ് DYSP ഹൈക്കോടതിയെ അറിയിച്ചത്. ഹൈക്കോടതിയിൽ SIയുടെ നടപടിയെ ഇതേ DYSP പിന്നീട് പിന്തുണയ്ക്കുന്ന വിചിത്ര കാഴ്ച. തന്റെ മുൻ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി DYSP പിന്നീട് ഈ നിലപാട് എടുത്തത് ഹൈക്കോടതി പ്രത്യേകം ശ്രദ്ധിച്ചു. അതുകൊണ്ട് തന്നെ DYSPയുടെ മൊഴി ഹൈക്കോടതി തള്ളിക്കളഞ്ഞു. ജൂലൈ 11-ാം തീയതി രാത്രി സഹോദരിയുടെ വീട്ടിൽ നിന്ന് മടങ്ങുമ്പോഴാണ് താജുദ്ദീനെയും കുടുംബത്തെയും പോലീസ് പിടികൂടി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. സ്കൂട്ടറിലും ബൈക്കിലുമെത്തി മാല മോഷ്ടിക്കുന്ന സംഘത്തിൽപ്പെട്ടയാളാണ് താജുദ്ദീൻ എന്ന പോലീസിന്റെ വിചിത്ര കഥ. 5.5 പവന്റെ മാലയാണ് നഷ്ടപ്പെട്ടത്. മാല നഷ്ടപ്പെട്ട സ്ത്രീ താജുദ്ദീനെ തിരിച്ചറിഞ്ഞുവെന്നൊക്കെയാണ് അന്ന് പോലീസ് കേസ് ഫയലിൽ എഴുതി പിടിപ്പിച്ചത്. പോലീസ് സ്റ്റേഷനിലിരുത്തിയ താജുദ്ദീന്റെയും ഭാര്യയുടെയും മുന്നിൽ പോലീസ് കാട്ടിക്കൊടുത്ത ആ CCTV ദൃശ്യം അതിപ്പോഴും തന്റെ മനസ്സിൽ വേദനയായി അവശേഷിക്കുന്നുവെന്നാണ് താജുദ്ദീൻ പറയുന്നത്.
ഒരു വെള്ള സ്കൂട്ടറിലെത്തിയ ഒരാൾ മാല പൊട്ടിക്കുന്ന ദൃശ്യങ്ങൾ. അത് താനല്ല, ടവർ ലൊക്കേഷൻ അടക്കം പരിശോധിക്കണമെന്ന് പോലീസിന് മുന്നിൽ വിളിച്ചു പറഞ്ഞു താജുദ്ദീൻ. എന്നാൽ പിന്നീട് അറസ്റ്റ് ചെയ്ത് താജുദ്ദീന്റെ വസ്ത്രങ്ങൾ അഴിപ്പിച്ചു. വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റിവെച്ച് ഷഡ്ഡി മാത്രം ഇടിപ്പിച്ച് പോലീസ് സ്റ്റേഷനിൽ നിർത്തിയ താജുദ്ദീന്റെ മാനസികാവസ്ഥ. ഒരു നിരപരാധിക്കാണ് ഇത് സംഭവിച്ചതെന്ന് ഓർക്കണം. എത്രയെത്ര ക്രൂരതകൾ ദിനംപ്രതി എന്നോണം നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിൽ നടക്കുന്നു. ഏതെങ്കിലും ഒരു നിരപരാധിക്ക് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അവൻ എത്രമാത്രം തകർന്നിരിക്കും. നമുക്കൊക്കെ ഇതൊരു വാർത്ത മാത്രം. എന്നാൽ അനുഭവിച്ചവനെ സംബന്ധിച്ച് ഇത് മരണത്തിന് തുല്യമാണ്. മരണം എത്രയോ ഭേദം. നൂറുകണക്കിന് ആളുകളുടെ മുന്നിൽ കള്ളനെ എന്നതുപോലെ അയാളെ കൊണ്ടുചെന്ന് നിർത്തുമ്പോൾ, ആളുകൾ കള്ളൻ കള്ളൻ എന്ന് കൂവി വിളിക്കുമ്പോൾ, ഈ 14 ലക്ഷം രൂപയൊന്നും താജുദ്ദീൻ്റെ മാനത്തിന് വിലയല്ല. എങ്കിലും കോടതിയുടെ ഇടപെടലിലൂടെ അയാളുടെ നിരപരാധിത്വം കുറേ പേരെങ്കിലും തിരിച്ചറിയട്ടെ. ഇതിനിടയിൽ ഈ ലോകത്തു നിന്ന് കടന്നുപോയ എത്രയെത്ര മനുഷ്യരുടെ മനസ്സിൽ താജുദ്ദീൻ എന്ന കൊടും കുറ്റവാളി മാലക്കള്ളനെക്കുറിച്ചുള്ള ആ തെറ്റിദ്ധാരണ കഥ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു. ഇത്തരം പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇവിടെ കുറ്റവാളികളെ പിടികൂടാൻ നമ്മുടെ കേരളത്തിൽ തെക്ക് വടക്ക് നടക്കുന്നതെന്ന് ഓർക്കുക. കേസ് തെളിയിക്കുക മാത്രമാണ് അവരുടെ ലക്ഷ്യം. ഇനി തങ്ങളുടെ പിടിയിലകപ്പെടുന്നവർ അവർ നിരപരാധികളോ കുറ്റവാളികളോ അവർക്കെന്ത് ഛേദം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.